തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിക്ക് ഒരു നിർണായകമായ വിജയം നേടിക്കൊടുക്കുന്നതിൽ ഏറെ പ്രയത്നിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ. അതെന്തായാലും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ളത് കൂടി ഇതൊരു തുടക്കം മാത്രം. പണ്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, ആദ്യം തദ്ദേശം പിടിക്കും, അത് കഴിഞ്ഞിട്ടാകട്ടെ അടുത്തത്. ഇനി അപ്പോൾ അടുത്ത ചുവടുവയ്പ് കൂടിയാണ്. ഇപ്പം 4 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്നത്. തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം. ഇവിടങ്ങളിൽ ഈ 4 മണ്ഡലവും പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ നീക്കം. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും പിടിച്ചെടുക്കും സാർ. നമ്മുടെ ഇപ്പോഴത്തെ വോട്ട് ഷെയർ വെച്ച് നോക്കിയാൽ തന്നെ നമുക്കത് വ്യക്തമല്ലേ നമ്മൾ പിടിച്ചെടുക്കും എന്നുള്ളത്. കാരണം ഈ ബി.ജെ.പിയുടെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കും എന്നുള്ള പറഞ്ഞിട്ട് നമ്മളത് പിടിച്ചെടുത്തുവല്ലോ. കാരണം കഴക്കൂട്ടം മണ്ഡലത്തിലൊക്കെ നമുക്ക് 10 വാർഡിലാണ് നമുക്ക് വിജയം. അതുപോലെ നേമം. സെൻട്രൽ മണ്ഡലത്തിലും വലിയ മുന്നേറ്റമാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ മണ്ഡലത്തിലല്ല, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ. സെൻട്രൽ മണ്ഡലമാണ് കുറച്ച് നമുക്ക് വോട്ട് ഷെയറും ഈ കമ്പാരിറ്റീവ്ലി 3 എണ്ണത്തിലെ അപേക്ഷകളും ഇത് കുറച്ച് വന്നത്. എന്നാലും നമ്മൾ പിടിച്ച് കയറാൻ പറ്റുന്നൊരു മണ്ഡലമാണ് സെൻട്രൽ മണ്ഡലം. അല്ല, ഇപ്പം നിയമമാണ് ഏറ്റവും നോട്ടം. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ മത്സരിക്കും എന്നുള്ളത്. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഇനി എല്ലാം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ മിക്ക വാർഡുകളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവും നല്ല ലീഡാണ്, നല്ല ലീഡ്, നല്ല മുന്നേറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ കഴക്കൂട്ടമാണ് വലിയ നേട്ടം ഉണ്ടാക്കിയ മറ്റൊരു നിയമസഭാ മണ്ഡലം. പിന്നീട് ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്, അതായത് LDF-ഉം ബി.ജെ.പിയുമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം. അവിടെ പ്രവർത്തനം എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ പോകും. കാരണം തീരദേശം നിൽക്കുന്നു. അവിടെ എങ്ങനെ ബി.ജെ.പി ഇറങ്ങും? സാറ്, മറ്റ് ഒരാളും ചെയ്യാത്ത പോലെ ചില കാര്യങ്ങൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുണ്ട് കോസ്റ്റൽ ഏരിയയിൽ. കാരണം അവർക്ക് ചില ഉറപ്പുകളും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഉറപ്പുകൾ തന്നെ അവർക്ക് ഭയങ്കര അവരുടെ ജീവിത ശൈലി തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഉറപ്പുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. കുറേ നാൾ പത്രത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം എല്ലാ സ്ഥലത്തും പോയി സഞ്ചരിച്ച് പിന്നെ അത് വ്യക്തമാക്കി കൊടുത്തതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മണ്ഡലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്നുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നടപ്പിൽ വരുത്തും. ആ വിഷയങ്ങൾ തന്നെ. കാരണം അവർക്കൊരു ലൈഫിനൊരു സെക്യൂരിറ്റി, അതായത് ഈ അടിക്കടി വരുന്ന മഴ, അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ കടൽ കയറ്റം, പിന്നെ വേലിയേറ്റം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അനുഭവിക്കുന്നത് മുഴുവൻ അവരാണ്. അപ്പോൾ അതിൽ നിന്നുള്ള അവർക്ക് സ്ഥിരമായിട്ട്, കാരണം ഈ ഇലക്ഷൻ പീരീഡിലേക്ക് വേണ്ടി മാത്രമല്ല, സ്ഥിരമായിട്ട് അവർക്കൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനെതിരായിട്ട് നിന്ന കാൻഡിഡേറ്റ് കോസ്റ്റൽ ഏരിയയിൽ അത്രയും ഒരു പ്രാമുഖ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനവിടെ കുറച്ച് വോട്ട് കുറഞ്ഞത്. പക്ഷേ ഇനി ഒരു ഇലക്ഷൻ ഉണ്ടായാൽ അത്രയും വോട്ട് അദ്ദേഹത്തിനവിടെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ സെൻട്രൽ മണ്ഡലത്തിൽ നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് പിടിച്ച് കയറാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം മൊത്തത്തിലൊരു തരംഗമല്ലേ ഉണ്ട്. അല്ല, ഈ തീരദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ക്രൈസ്തവരാണ് വരുന്നത് കൂടുതൽ. അവരെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതിലാണ് ഇനിയിപ്പോൾ ബി.ജെ.പിയുടെ ഒരു, അത് നമുക്കറിയാം, കുറെ നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബി.ജെ.പി ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്നുണ്ട്. പലയിടങ്ങളിലും അതിന്റെ നേട്ടം ഉണ്ടാവുകയും ചെയ്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ തിരുവനന്തപുരത്ത് അത് എങ്ങനെ, ഏത് തരത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് സെൻട്രൽ മണ്ഡലത്തിൽ. അല്ലേ, സെൻട്രൽ മണ്ഡലത്തിൽ ശരിക്കും ഞാൻ പറയുന്നത്, സെൻട്രൽ മണ്ഡലത്തിൽ നമ്മൾ ഇവിടെ ഈ സിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ സിറ്റിയിൽ നമുക്ക് കുറച്ച് വോട്ടുകൾ നമുക്കിനി എങ്ങനെ പോയാലും കണ്ണടച്ചിട്ടാലും താമരയ്ക്ക് വീഴുന്ന വോട്ടുകളുണ്ട് സെൻട്രൽ മണ്ഡലത്തിൽ. നമ്മുടെ കൃഷ്ണകുമാർജി നിന്നപ്പോഴും നമുക്കത് ബോധ്യമായതാണല്ലോ. നിശ്ചിത ശതമാനം കോൺഗ്രസിലെ ശിവകുമാറും LDF-ന്റെ ആന്റണി രാജു ആണ്. അപ്പോൾ അങ്ങനെ ഒരു വസ്തുതയുണ്ട്. അദ്ദേഹത്തിനെ വോട്ട് പിടിച്ചതല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ആ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ വളരെ ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് തീരദേശങ്ങളിലാണെന്ന് മാത്രം ഇപ്പോൾ തന്നെ ചെയ്തു വരുന്നുണ്ട്. അതിനി എത്രയെങ്കിലും കൂടുതൽ ആ വർക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ ഒരു ടീമിനെ, അല്ല ഒരു ടീമൊന്നും പോരാ, കാരണം നമ്മുടെ കോസ്റ്റൽ ഏരിയ അത്ര കിടക്കുന്നതുകൊണ്ട് പിന്നെ അത്രയും ടീമിനെ അവിടെ ഇറക്കി അവർക്കൊരു ഉത്തമ ബോധ്യം വരുത്തണം.
അതായത് BJP കൂടെയുണ്ട്. അവരുടെ ഇനിയുള്ള അവരുടെ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം ഈ പാർട്ടി കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിന് ചില സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിൻ്റെ അജണ്ടാസൊക്കെ നമ്മുടെ പ്രസിഡൻറ്റിന് തീർച്ചയായിട്ടും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിക്ക് അറിയാം. അദ്ദേഹം അതനുസരിച്ച് നീങ്ങുള്ളൂ. അതനുസരിച്ചുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും അദ്ദേഹം ഇലക്ഷന് മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും. ഈ തിരുവനന്തപുരം സെൻട്രലിനകത്ത് ആ തീരദേശ മേഖലകളിലൊക്കെ ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ലയൺസ് വഴി. അതൊക്കെ ഏത് തരത്തിലാണ്, എത്രത്തോളം ഫലവത്താകുന്നുണ്ട്? അത് സാറേ, ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ ഒരു അവിടെ ഏത് വെട്ടുകാട് പള്ളി ആയാലും സന്തോസ് പള്ളി ആയാലും കൊച്ചുവേളി പള്ളി ആയാലും അവിടെ ചെന്നിട്ട് ഞാൻ ജയശ്രീ ഗോപാലകൃഷ്ണനാണ് ലയൺസിൻ്റെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എനിക്ക് നല്ലൊരു വെൽക്കമാണ് കിട്ടുന്നത്. ഇന്ന് പോയാലും എനിക്ക് അത് തന്നെ കിട്ടും. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവർക്ക് വേണ്ടി, പിന്നെ അവിടെ എനിക്ക് വേറെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന വേറെ 1-2 വ്യക്തികളും കൂടെ അവിടെ ഉണ്ട്. ത്രൂ അവരും എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കോസ്റ്റൽ ഏരിയയിൽ നല്ലൊരു ഇത് ചെയ്യാൻ എനിക്ക് പറ്റും. കാരണം ഞാൻ അത്രമാത്രം അവസാനം ഒരു ഒറ്റ വർഷം കൊണ്ട് ഞാൻ 220 കാറ്ററാക്റ്റിൻ്റെ സർജറി ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് കോസ്റ്റൽ ഏരിയയിൽ ആ ഭാഗത്ത് മാത്രം, അതായത് ഒരറ്റം മുതൽ ഭീമാപള്ളി തുടങ്ങി, ഭീമാപള്ളിയുടെ സ്കൂളുകളിൽ അവിടെ എല്ലാം ഞാൻ ഈ മെഡിക്കൽ ക്യാമ്പ്, ഈ ഐ സർജറി ക്യാമ്പ് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 220 പിന്നെ സർജറി ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ നാഗർകോവിൽ ഒരു ഹോസ്പിറ്റലായിട്ട് ടൈപ്പായിട്ട് അവിടെ അവർ തന്നെ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറ്റി അവിടെ എത്തിക്കും പേഷ്യൻസിനെ. അവർ സർജറി കഴിഞ്ഞിട്ട് അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ചിലവ് ലയൺസിൻ്റെ ഭാഗമായിട്ടാണ് അത് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാനതൊരു തപസ്യ പോലെ എടുത്താണ് ഇത്രയും ക്യാമ്പുകൾ ഒരു വർഷം കൊണ്ട് തീർത്തത്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത്രമാത്രം ക്യാമ്പുകൾ എനിക്ക് ചെയ്യാൻ പറ്റി. അവർക്കെല്ലാം കാഴ്ച തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ യജ്ഞമല്ലേ അത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നും എനിക്ക് ആ പള്ളികളിലൊക്കെ പോയാൽ അവരോട് ഫാദറിനോടൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് എന്നോട്. അതിലെനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ഇത് മാത്രമല്ല, ഡയബറ്റിക് ക്യാമ്പുകളും എല്ലാം ഞാൻ ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ പള്ളികളിലും. ഞാൻ പ്രസിഡൻ്റായിരുന്ന ഒരു വർഷവും ഞാൻ കൂടുതൽ കോസ്റ്റൽ ഏരിയയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അത് അവിടെ നമ്മുടെ ഒരു പ്രവർത്തകനുണ്ട്, പോൾ നന്നായിട്ടറിയാം ഞാൻ അവിടെ ഇത്തരം വർക്കുകൾ ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഞാനും കൂടി ആ ഒരു വർക്കിൽ ഇടപെടുകയാൽ തീർച്ചയായിട്ടും പല സ്ഥലത്തേക്ക് എനിക്ക് ആക്സസ് ഉണ്ട്. അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയവും ഇനി എനിക്ക് തോന്നുന്നു തീരദേശത്തേക്ക് കൂടി അത് പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും. അതനുസരിച്ച് വർക്ക് നമ്മൾ ഈ ഇലക്ഷൻ വർക്ക് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് കാരണം അവരെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ, കാരണം അവർക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കുറവല്ലേ, വിദ്യാഭ്യാസം ഇപ്പോഴത്തെ തലമുറ സ്കൂളിൽ പോയി പഠിച്ചത്. അപ്പോൾ അവരുടെ നമ്മൾ സമീപിക്കേണ്ടത് വേറൊരു രീതി തന്നെയാണ്. അവിടെ ഒരു വൈകാരിക തലമുണ്ട്. ആ രീതിയിൽ കൂടെ അവരെ നമ്മളെ സ്വാധീനിപ്പിക്കാനേ പറ്റുള്ളൂ. അത്തരം ഒരു വർക്കാണ് അവിടെ ആവശ്യം ഹോസ്റ്റൽ ഏരിയയിൽ തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ അവരുടെ തലമുറ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്, അതല്ലാതെ ഉണ്ട്. പക്ഷെ അത് പഴയ തലമുറ, നമുക്ക് വോട്ട് പഴയ തലമുറയുടെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ നമ്മൾ ശരിക്കും ഒരു നല്ലൊരു വർക്ക്, കാരണം അവരെ നമ്മൾ അവരുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക. വെള്ളപ്പൊക്കം വന്നാലും വേലിയേറ്റം വന്നാലും കടൽ കയറിയാലും എല്ലാത്തിനും BJPയുടെ പ്രവർത്തകർ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പിന്നെ ചില സ്കൂളുകളിലുമൊക്കെ അവിടെ എൻ്റെ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങൾ അവിടുത്തെ ചില സ്കൂളുകളിലും ചെയ്തിട്ടുണ്ട്. വെട്ടുകാട് സ്കൂളിലും പിന്നെ ഞങ്ങൾ ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി, അത് ഈ വെട്ടുകാട് പള്ളിയുടെ പരിസരങ്ങളിൽ, അതും ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഭാഗത്തൊരു എന്തോ ഒരു പ്രത്യേകതയാണ്. കാരണം ഏറ്റവും ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നുള്ള വ്യക്തികളെന്നുള്ള അതുപോലെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ചെങ്കച്ചുള്ള കോളനി. ഞാൻ എന്ത് ചെയ്താലും ചെങ്കച്ചുള്ള കോളനിയിലും ഞാൻ എൻ്റെ ഇതായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ലയൺസിൻ്റെ ആയിരുന്നാലും ഞാൻ എന്ത് വന്നാലും ഞാൻ പറയും നമുക്ക് അവിടെ ചെയ്യാമെന്ന് പറയും, ചെങ്കച്ചുള്ള കോളനി. കാരണം അവരുടെയൊക്കെ ജീവിതം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് സാർ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഇത്രയും സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം കൂടി നമ്മൾ ഇടയ്ക്ക് ആലോചിക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്കുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.